കാണാൻ നല്ല മൊഞ്ചും കഴിക്കാനായിട്ട് ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ആവിയിൽ വേവിച്ച പലഹാരമാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എണ്ണയിലൊക്കെ പൊരിച്ചൊക്കെ മടുത്തിരിക്കുമായിരിക്കും അല്ലേ, അതുപോലെ മാവ് കുഴച്ചും പരത്തിയൊക്കെ. ഇന്ന് നിങ്ങൾ ആരും ടെൻഷൻ ആവേണ്ട, മിനിറ്റുകൾക്കുള്ളിൽ നല്ല അടിപൊളി സ്നാക്ക് നമുക്ക് റെഡിയാക്കാം. ആവിയിൽ വേവിക്കണോണ്ട് തന്നെ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കും ചെയ്യട്ടോ. ഒരെണ്ണം കഴിച്ചാലൊന്നും നമുക്ക് മതി വരില്ല, വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അവിടെ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് 1/2 കപ്പ് പച്ചരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പച്ചരിയുടെ പകരം നമ്മൾ നെയ്ച്ചോറിനൊക്കെ എടുക്കുന്ന അരി ഉണ്ടല്ലോ, ബിരിയാണിക്ക് എടുക്കുന്ന ജീരകശാല അരി, അത് വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏതാണോ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ ഉള്ളത് വെച്ചിട്ട് ചെയ്തോളൂ, രണ്ടായാലും സൂപ്പറായിട്ട് കിട്ടും. നമുക്ക് പച്ചരി കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഒരു 3-4 മണിക്കൂർ വരുമ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് 2-4 പ്രാവശ്യം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ട് പച്ചരി ചേർത്ത് കൊടുക്കുകയാണ്. പച്ചരിയൊക്കെ ഇപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളൊരു സംഭവമാണ്, അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണേ. പിന്നെ ഈ ഒരു പച്ചരിയിലോട്ട് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ കോഴിമുട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യുക. ഇനിയിപ്പോൾ കോഴിമുട്ട നമ്മളത് ചേർത്തു എന്ന് കരുതിയിട്ട് അതിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇതിലുണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അടിച്ചു കൊണ്ടുവരാം, തരികളൊന്നും ഇല്ലാത്ത രൂപത്തിൽ ഇതാ ഇതുപോലെ. ഇനി നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമായിരിക്കും. അവിൽ വേവിച്ചതല്ലേ, പൊതുവെ എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് കേട്ടോ ഇഷ്ടം. ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ഒരുപാട് കരിച്ചതും പൊരിച്ചതൊക്കെ ആയിട്ട് എല്ലാവർക്കും ബോധം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഒരുപാട് കട്ടിയിലല്ല ഇത് വേണ്ട കേട്ടോ, എന്ന് കരുതി ഒത്തിരി ലൂസാവേണ്ട. അതാ ഈ ഒരു ബാറ്ററിൻ്റെ രീതിക്കാണ് ഇത് വേണ്ടത്. നല്ല കട്ടിയിലാണ് നമ്മൾ മാവ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മുടെ പലഹാരം നല്ല കട്ടിയായിട്ടിരിക്കും. നല്ല സോഫ്റ്റോട് കൂടി നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കഴിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഒരു സിമ്പിൾ ഫില്ലിങ്സ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലോട്ടൊരു പച്ചമുളക് കനം കുറച്ചരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒരുപാട് അങ്ങനെ കളറൊന്നും ചേഞ്ച് ആവേണ്ട, ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് 1-2 തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർക്കാം. ഞാനിവിടെ ഒരു ഏകദേശം ഒരു 1.5 വലിയുള്ളിയാണ് കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും കൂടി ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് ചേർക്കാം. ഇനി അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്ന വരെ കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലാദ്യം നമ്മൾ ചേർക്കുന്ന ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, ഏകദേശം ഒരു 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല, അതല്ലെങ്കിൽ ചിക്കൻ മസാല. അപ്പോൾ ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചിക്കൻ വേണം. ചിക്കൻ പറഞ്ഞാൽ ഒരു 3-4 പീസ് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തോളൂ കേട്ടോ. കുറച്ച് ഉപ്പും മുളകും മഞ്ഞളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരിക്കലും നല്ല മുരിഞ്ഞ രീതിയിൽ ഫ്രൈ ചെയ്യരുത്, ഒരു ഇത്തിരി ഒന്ന് സോഫ്റ്റ് ആയ രൂപത്തിൽ വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. അതിനുശേഷം കൈ വെച്ചിട്ടൊന്ന് പിച്ചിട്ടാൽ മതി. മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങോട്ട് പൊടിഞ്ഞു പോവും. ഇതുപോലെ പിന്നെ ഈ ഒരു മസാലക്കൂട്ടിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ അടിപൊളി ഫില്ലിങ്സ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ 1-2 തണ്ട് മല്ലിച്ചപ്പ് കൂടി ചെറുതായിട്ട് അരിഞ്ഞിടുകയാണെങ്കിൽ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കും. ചിക്കന് പകരം നമുക്ക് ബീഫും എടുക്കാം. ഒത്തിരി ചിക്കനൊന്നും വേണ്ട കേട്ടോ. കറി വെക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഒരു 2-3 പീസ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കുക. ഒരൊറ്റ തവണ നിങ്ങൾ ഈ റെസിപ്പി ചെയ്താൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇത് ഉണ്ടാക്കും. റമദാൻ കഴിഞ്ഞാലും നമ്മൾ ഉണ്ടാക്കും കേട്ടോ. ഈവനിങ്ങിൽ മക്കളൊക്കെ വരുമ്പോൾ നമുക്ക് റെഡിയാക്കാം. രാവിലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് റെഡിയാക്കാം, ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇഡ്ഡലിത്തട്ടിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് ഇങ്ങനെ ഓരോന്നിട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഈസിയാണ്. മാവ് നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തട്ടിലോട്ട് മുഴുവനായിട്ട് നിറച്ച് ഒഴിച്ച് കൊടുക്കണ്ട, കാരണം നമ്മളെ ഫില്ലിങ്സും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇത് നമ്മുടെ കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കണ്ണപ്പം എന്നൊക്കെ പറയും കേട്ടോ ഇതിന്.
അവർ ഞാൻ പറഞ്ഞ പോലെ ബിരിയാണീൻ്റെ ജീരകശാലയിലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ പച്ചരി വെച്ച് ചെയ്തപ്പോഴും എനിക്ക് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഫില്ലിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഫില്ലിങ്സിൽ ചിക്കനൊക്കെ അത്യാവശ്യം കൂടുതലായിട്ടാണ് കേട്ടോ നിൽക്കേണ്ടത്. വലിയുള്ളി കുറച്ച് കുറഞ്ഞിട്ടും ചിക്കൻ കൂടുതലായിട്ടും. അപ്പോൾ അത് കഴിക്കുമ്പോൾ എൻ്റെ പൊന്നോ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യത്തിന് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. ആവിയിൽ വേവിക്കണോണ്ട് തന്നെ യാതൊരു ഇതുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഇതിൽ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കുരുമുളകും ഉപ്പും ഇട്ടിട്ട് കുക്കറിൽ ഒരു 3-4 വിസിലടുപ്പിച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പിച്ചിയെടുത്ത ചിക്കൻ ആയാലും മതിയാകും. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിനൊരു വേറെ ടേസ്റ്റ് തന്നെയുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ രീതികളും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ തട്ടിൽ നമ്മൾ മാവ് ഒഴിച്ചു ഫില്ലിങ്സൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. തട്ടിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നല്ല ഉഷാറായിട്ട് തന്നെ തട്ടുന്നൊക്കെ വിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു ഇതിലും നമ്മളിത് അത്യാവശ്യം ഫില്ലിങ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചിക്കൻ കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഉണ്ടാക്കണ്ട കേട്ടോ. കാരണം വീണ്ടും വീണ്ടും ഇത് കഴിക്കാൻ തോന്നും, നല്ല രുചിയാണ്. അതുപോലെ തന്നെ നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് പലഹാരമാണ്, ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിങ്സും. പിന്നെ ആർക്കായിരിക്കും വേണ്ടാത്തതിൽ എല്ലാവരും വയറ് നിറച്ച് കഴിക്കും. ഇനിയിപ്പോൾ ഇതുപോലൊരു പലഹാരവും ഒപ്പം ജ്യൂസും ഒരു ഗ്ലാസ് ചായ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പത്തിരി കറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചില സമയങ്ങളിൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്കങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു ഇതൊക്കെ ഉണ്ടാവില്ലേ, ഭയങ്കര ക്ഷീണം തളർച്ചയ്ക്ക്. ആ ഒരു സമയത്തൊക്കെ സിമ്പിളായിട്ട് ഇതുപോലെ കുറച്ച് കൂടുതൽ റെഡിയാക്കുക. ഒരു ജ്യൂസ് ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും മക്കളെ. അപ്പോൾ ഞാനിതാ നമ്മൾ ഇഡ്ഡലിച്ചെമ്പ് വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം അതിലോട്ട് ഓരോ തട്ട് ഇറക്കി വെക്കുകയാണ്. വലിയൊരു സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ആവിയിൽ ഇങ്ങനെ കിടന്നിട്ട്. വേണമെന്നുണ്ടെങ്കിൽ ഒരു കത്തിയോ സ്പൂണോ ടോപ്പിക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ആ ഒരു ചിക്കനൊക്കെ ആ ഒരു മാവിലോട്ട് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഇതുപോലൊരു പലഹാരം ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടോ? ചെയ്യാത്തവരാണെങ്കിൽ ഒരൊറ്റ തവണയെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലെയൊക്കെ ഒരു പ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ടേബിളിലൊക്കെ ഒന്ന് വെച്ച് നോക്കൂ. മക്കളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ പത്തിരിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് റെഡിയാക്കിക്കോളൂ. കാരണം ഇതുതന്നെയായിരിക്കും അവർ ഫുള്ള് കഴിക്കുക. പിന്നെ അവരെ വയറ് ഫില്ലാവുമല്ലോ, പിന്നെ അങ്ങനെ ഒത്തിരി കഴിക്കാനൊന്നും പറ്റില്ല. ഇതാ നമ്മൾ ആ ഒരു തട്ടുന്നൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ചൂടോടെ സ്പൂൺ ഇട്ടിട്ട് കുത്തിയെടുക്കാൻ നോക്കണ്ട. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുടുമ്പോഴും അങ്ങനെയല്ലേ, ഒന്ന് ചൂടാറാനായിട്ട് നിൽക്കണം. അതിനുശേഷം സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ നീക്കിയെടുത്താൽ മതി. സിമ്പിളായിട്ട് എടുക്കാനായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ഒരൊറ്റ തവണ ഒന്ന് ചെയ്ത് നോക്കിയാൽ പിന്നെ എപ്പോഴും ഇത് നമ്മൾ റെഡിയാക്കും. അത്രയും സിമ്പിളല്ല, ഒരുപാട് ഫില്ലിങ്സും കാര്യങ്ങളൊന്നുമില്ല. ചിക്കനാണ് ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ വന്നത്. ചിക്കൻ ഇപ്പോൾ എന്തായാലും നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ചിക്കൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള തട്ടിൽ ഞാനിതാ ഇതുപോലെ ഒന്ന് മാവൊക്കൊഴിച്ച് ഫില്ലിങ്സൊക്കെ ഇട്ട് റെഡിയാക്കുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടോ എങ്കിലും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ചാനൽ അധികം സിമ്പിളായിട്ടുള്ള റെസിപ്പീസുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യൽ. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റിയ നല്ല എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല അടിപൊളി ചായക്കടികളൊക്കെ നമ്മൾ സ്നാക്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ അതാ ബാക്കിയുള്ളതിലും ഇതുപോലെ അത്യാവശ്യം ചിക്കനും ഫില്ലിങ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉള്ളിയുടെ കൂടുതൽ വേണ്ടത് നമുക്ക് ചിക്കനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രൈ ചെയ്തിട്ട് താല്പര്യമില്ലാത്തവർക്ക് ഒന്ന് പുഴുങ്ങിയെടുത്ത ചിക്കനൊന്ന് പിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ അത് രണ്ടാമത്തെ ട്രിപ്പ് നമ്മളൊന്ന് വെച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാ മുഴുവനും നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരൊറ്റ തവണ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫില്ലിങ്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സൊക്കെ നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലോണം ഫില്ലിങ്സൊക്കെ കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ. കണ്ടല്ലോ, ചിക്കനൊക്കെ ഒരുപാട് ഒത്തിരി ഇങ്ങനെ പൊടിയാക്കി എടുക്കാതെ ഇതുപോലെ പിച്ചിട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അതിൻ്റെ പിറകുവശം കണ്ടല്ലോ, നല്ല മിനുസായിട്ട് നല്ല നമ്മൾ ഇഡ്ഡലിയൊക്കെ ചുടുന്ന അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. തട്ടിൽ ഒട്ടിപ്പിടിക്കുകയോ പൊട്ടിപ്പോവുകയോ അങ്ങനെയൊന്നുമില്ല കേട്ടോ.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്നാക്ക് ഉണ്ടാക്കാം ഇല്ല ഒറ്റയടിക്ക് പരിപാടി കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ തട്ടുണ്ടാവുമല്ലോ ചെറിയ വട്ടത്തിലുള്ള പാത്രം, അതേപോലെ കേക്കിൻ്റെ ടിന്ന്, അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലൊഴിച്ച് കൊടുത്തിട്ട് ആവിയിൽ ഒറ്റയടിക്ക് വേവിച്ചെടുത്തോളൂ. അങ്ങനെ ആയാലും മതിയാകും. അപ്പോൾ നമുക്കിങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട്. ആദ്യം മാവ് ഒഴിച്ച് കൊടുക്കുക, അതിനുശേഷം ഈ ഒരു ഫില്ലിങ്സ് ഇടുക. മുകളിലും നമ്മുടെ ഈ ഒരു പച്ചരിയുടെ ഈ ഒരു കൂട്ടുണ്ടല്ലോ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും സൂപ്പറായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും. വെന്ത് ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു കത്തിയോ ടോപ്പിക്കോ വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് ഒന്നുകൂടി ഇതുപോലെ ഉണ്ടാക്കാനാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റിയും. അതുപോലെ തന്നെ ഓരോന്നിങ്ങനെ എടുത്ത് കുട്ടികൾക്കൊക്കെ കഴിക്കാം. മറ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. ഇതാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റൊക്കെ ആയി കിട്ടുന്നുണ്ട്. മറ്റൊന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ, നമ്മൾ മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അതിലുപരി നല്ല ടേസ്റ്റിയാണ്. ആവിയിൽ വേവിച്ച പലഹാരമായതുകൊണ്ട് എല്ലാവർക്കും പ്രിയമായിരിക്കും. തീർച്ചയായിട്ടും ഇതുപോലൊരു ഐറ്റമൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ താഴെ ഭാഗത്ത് ഇടുമ്പോഴേക്കും നല്ല സോഫ്റ്റാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്നതിന് 1/2 മണിക്കൂർ മുന്നേ ഇത് റെഡിയാക്കിയാൽ മതി. ചെറു ചൂടോടെ കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരിക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.